ഒരു മാസം പിന്നെയും കടന്നു. അലക്ഷയിൽ മാറ്റങ്ങളേറെയായി. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നും അവൾ ഡിസ്ചാർജ് ആകുകയാണ്. പഴയ ഓർമ്മകൾ പൂർണ്ണമായി തിരിച്ചു കിട്ടി. നോയലിൽ മാത്രം ചുരുങ്ങിപ്പോയ നിമിഷങ്ങളല്ല, തന്നിൽ ഇതുവരെ നടന്ന ഒന്നാകെ അവൾക്കറിയാം. അവസാനം നോയൽ ഒത്തുള്ളതുവരെ. എങ്കിലും നോയൽ എവിടെയാണെന്ന് അവൾക്കറിയില്ല. അവനെന്താ പറ്റിയതെന്നും അറിയില്ല. തന്നെ ഒരു നോക്ക് കാണാൻ വരാത്തതെന്തെന്നറിയില്ല. അലൂഷ്യസും ഡോക്ടർ ഡെന്നിയും പറഞ്ഞത് വെച്ച് അവനിപ്പോൾ ഇവിടെ ഇല്ലാന്ന് അവൾ ഉറപ്പിച്ചു. PG കംപ്ലീറ്റ് ചെയ്തു. ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇപ്പോൾ മറ്റെങ്ങുമാണ്. ഇന്ന് അലക്ഷ്യ പഴയ ഊമ പെണ്ണല്ല, കാര്യഗൗരവമുള്ള ഒരുവൾ. അന്ന് പേടിച്ച് മൗനം പാലിച്ചെങ്കിൽ ഇന്നവൾ അധികം സംസാരിക്കാൻ കൂട്ടാക്കാത്തതിന് കാരണങ്ങൾ ഏറെയാണ്. നോയലിനെ തേടിയാണ് അവളുടെ മനസ്സലയുന്നത്, അവൻ്റെ പ്രണയത്തെ തേടി. അലക്ഷ്യ. ഹോസ്പിറ്റൽ മുറിയുടെ ഡോറ് തുറന്ന് ഡോക്ടർ അകത്തേക്ക് വന്നു. അലക്ഷ്യ ഏതൊരു ഓർമ്മയിൽ നിന്നും പിൻവലിഞ്ഞുകൊണ്ട് പതിയെ എഴുന്നേറ്റ് നിന്നു. ലൈറ്റ് നിറമുള്ളൊരു സെൽവാറാണ് അവളുടെ വേഷം. കഴുത്തിൽ കുഞ്ഞൊരു ചെയിൻ, ഇടതു കൈയിൽ ഒരു വാച്ചും. ആ വട്ടക്കണ്ണട ഇപ്പോഴും അവളുടെ കണ്ണിന് മറയായിട്ടുണ്ട്. നീളം കുറഞ്ഞ മുടി വിരിച്ചിട്ടിട്ടുണ്ട്. അലക്ഷ്യ കണ്ണുകൾ ഉയർത്തി ഡോക്ടറെ നോക്കി. അയാൾ എന്താ പറയാൻ പോകുന്നത് എന്നറിയാൻ കാത്തു. എനിക്ക് തീർത്തും പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്, അയാൾ പറഞ്ഞു. അലക്ഷ്യയിൽ ഇപ്പോഴും മൗനം. കഴിഞ്ഞ 7-8 മാസമായി താൻ എൻ്റെ പേഷ്യൻ്റാണെന്നറിയാലോ. തന്നെ അറിഞ്ഞത് മുതൽ, തൻ്റെ ലൈഫിൽ നടന്നത് മനസ്സിലാക്കിയത് മുതൽ തന്നോട് തോന്നിയൊരു അടുപ്പമുണ്ട്. പറയുന്നത് ശരിയോ തെറ്റോ, ബട്ട് അലക്ഷ്യ, തന്നെ എനിക്ക് മാരി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അയാൾ ഉറപ്പോടെ പറഞ്ഞു നിർത്തി. അവളിൽ പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല, പേടിയോ ഞെട്ടലോ ഒന്നും. അവൾ കേട്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. താൻ ഇപ്പോഴൊന്നും പറയണ്ട, എനിക്കറിയാം അപ്സെറ്റാണെന്ന്. എങ്കിലും ഓക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് ആലോചിക്കണം. ആ, ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നോ? മുറിയിലേക്ക് വന്നുകൊണ്ട് അലോഷ്യസ് ചോദിച്ചു. ഞാൻ അലക്ഷ്യയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. ആണോ? ഓ, എങ്കിൽ ഡോക്ടർ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയടോ, പോയിട്ട് വാ. പിന്നെ ഇടയ്ക്ക് ചെക്കപ്പിന് വരാൻ മറക്കരുത്, അയാൾ ഓർമ്മപ്പെടുത്തി. പിന്നീട് നേരം കളയാതെ അവർ തയ്യാറാക്കി വെച്ചിരുന്ന ബാഗുമായി ഇറങ്ങി. അലോഷ്യസിന് പുറകെ നിശബ്ദമായി നടക്കുന്ന അലക്ഷ്യയിലായിരുന്നു ഡെന്നിയുടെ കണ്ണുകൾ. അവൻ്റെ ഉള്ളിൽ പ്രണയത്തിനുമേൽ മറ്റൊന്നുമില്ല. എന്നാൽ അവളൊന്ന് നോക്കുക കൂടി ചെയ്തില്ല. ടാക്സിയിൽ പുറകിലത്തെ സീറ്റിൽ അവൾ കണ്ണടച്ചിരുന്നു. ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. എന്തോ ഒരു വേദന ഉള്ളിൽ കിടക്കുന്നത് പോലെ. പക്ഷെ അതെന്ത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അലക്ഷ്യയുടെ ഓർമ്മകൾ ഒരുപാട് നാൾ പുറകിലേക്ക് പാഞ്ഞു, അവളുടെയും അവളുടെ നോയലിൻ്റെയും അടുത്തേക്ക്. ഇന്ന് നോയലിനെ കണ്ടിട്ടില്ല, തിരക്കിലായിരിക്കും. നടക്കുന്നതിനിടയിൽ അവൾ ചുറ്റിനും നോക്കി. കുറച്ച് നടന്നപ്പോൾ തന്നെ അലക്ഷ്യയ്ക്ക് തല ചുറ്റുന്നുണ്ടായിരുന്നു. വേച്ചു വീഴാൻ പോയ അവളെ അതിന് സമ്മതിക്കാതെ 2 കൈകൾ താങ്ങി നിർത്തി. പരിചിതമായ ഗന്ധം. കണ്ണുകൾ ഉയർത്തി അവനെ നോക്കുന്നതിന് മുന്നേ അവളുടെ ബോധം പോയിരുന്നു. ഉണരുമ്പോൾ തൊട്ടടുത്ത് അവനുണ്ട്. ക്ലാസ് മുറിയിലാണ്, വേറെ ആരും അടുത്തില്ല. അവളെ നോക്കിയിരിക്കുന്ന നോയലിനെ കാണെ അലക്ഷ്യ ഒന്നും മനസ്സിലാകാതെ നോക്കി. അറിയോ ഓക്കെ നോ? കണ്ണു ചിമ്മി തുറന്നവളെ നോക്കി നോയൽ ചോദിച്ചു. ഫൈൻ. അവളുടെ നേർത്ത സ്വരവും എത്തി. എന്തേ പെട്ടെന്നിങ്ങനെ? ഒന്നും കഴിച്ചില്ലേ? കഴിച്ചിട്ടാ വന്നത്. രാവിലെ മുതലേ കോൾഡ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല തലവേദനയും, അതാവും. എന്നിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? ഹോസ്പിറ്റലിൽ പോണോ? അതിന് അലക്ഷ്യ വിലങ്ങനെ തലയാട്ടി. കുറച്ചു നേരം കൂടി അവളോടൊപ്പം ഇരുന്നിട്ട് ഒരാവശ്യത്തിനായി നോയൽ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. പോകും വഴി അകലെ കണ്ട ആകാശിനോട് അവൻ മുഖവുര കൂടാതെ കാര്യം പറയുകയും ചെയ്തു. ആകാശ് അല്പം പോലും കാത്തു നിൽക്കാതെ അലക്ഷ്യക്കരികിലേക്ക് പാഞ്ഞു. ഡേ, എന്താ പറ്റിയേ? നോയൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അലക്ഷ്യക്കരികിലേക്ക് ഓടി വന്ന ആകാശ് ചോദിച്ചു. അവനോട് മറുപടി പറഞ്ഞുകൊണ്ട് വീണ്ടും അലക്ഷ്യ ഡെസ്കിലേക്ക് തല ചായ്ച്ചു കിടന്നു. അവൾക്ക് കൂട്ടായി ആകാശും ഒപ്പമിരുന്നു. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. പഴയ പ്രസരിപ്പില്ലാതെ വീണ്ടും ആകാശിനെ കണ്ടു. അലക്ഷ്യയ്ക്ക് ചോദിക്കാതിരിക്കാനായില്ല. അവൾ വീണ്ടും കാര്യം അന്വേഷിച്ചു. മുൻപത്തതിൽ കൂടുതലായി ഒന്നും അവന് പറയാനുണ്ടായിരുന്നില്ല. അവൾക്കും വിഷമം തോന്നി. അവനെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നറിയില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും കാശ് കൊടുത്ത് അവൻ ഈ അവസരത്തിൽ സഹായിച്ചേനെ. എന്നാലിപ്പോൾ അവൾ അവൻ്റെ കൂടെ ഇരുന്നു.
ആയിടെ ഒരിക്കൽ നോയലും അലക്ഷയും സംസാരിച്ചിരിക്കുമ്പോൾ അവൻ അവൾക്കൊരു ഫോൺ കൊടുത്തിരുന്നു, രാത്രിയിൽ വിളിക്കാനായി. ആദ്യം അവൾ വാങ്ങാൻ തയ്യാറായില്ലെങ്കിലും അവൻ്റെ ആഗ്രഹം കണ്ടപ്പോൾ നിരസിക്കാൻ കഴിഞ്ഞില്ല. അത് കിട്ടിയ നാൾ മുതൽ അവൾക്ക് പേടിയായിരുന്നു. അപ്പനും അമ്മയും എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും, പറഞ്ഞാൽ മനസ്സിലാകുകയും ചെയ്യും. ഇതുവരെ തന്നെ ഒന്ന് നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല. എങ്കിലും അവരറിയാതെ ഇങ്ങനെയൊന്ന് ചെയ്യാൻ അവൾക്ക് കഴിയുന്നില്ല. കള്ളത്തരം പിടിക്കപ്പെട്ടാൽ ഉള്ള അവസ്ഥയും പറയേണ്ടതില്ല. ഉള്ളിലെ പേടി പുറത്ത് കാണിച്ചില്ല അവൾ. അവനിൽ നിന്നും അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു. എല്ലാ ദിവസവും ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യും. അത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഏറിയാൽ 2-3 പ്രാവശ്യമാണ് അവനോട് സംസാരിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലും തൻ്റെ മൗനമായിരിക്കും. എന്നാൽ നോയൽ ആ സമയങ്ങളിൽ വാചാലനാവുകയും ചെയ്യും. ഇന്ന് അലക്ഷയ്ക്ക് പഴയതിനേക്കാൾ ഫ്രീഡം അവനടുത്തുണ്ട്. കുറുമ്പ് കാട്ടാനും പൊസസീവ് ആകാനും ഒക്കെ അറിയാം. അതുപോലെ അവൻ്റെ ഫാമിലിയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ. ആദ്യമൊക്കെ ചെറിയ ടെൻഷനുണ്ടായിരുന്നു. ഇത്രയും വലിയ വീട്ടിലെ ചെക്കനെ പ്രേമിച്ചതിലുള്ള കുറ്റബോധവും. അവനോടതൊരിക്കൽ അവൾ പങ്കുവച്ചു. എന്നാൽ നോയലിൻ്റെ പുഞ്ചിരിയോടുള്ള മറുപടിയിൽ അവൾക്ക് പിന്നീടൊന്നും പറയാൻ തോന്നിയില്ല. ഒരുപക്ഷെ നോയലിനെ അവസരത്തിൽ ആകാശിനെ സഹായിക്കാൻ സാധിക്കും, അവൾ ഓർത്തു. പക്ഷെ എങ്ങനെ അവനോട് ഇത് ആവശ്യപ്പെടും? അവസരം മുതലെടുക്കുന്നെന്ന് തോന്നുവോ? ഇല്ല, ഇതല്ലാതെ വേറൊരു വഴിയില്ല. തിരിച്ചെങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു വാങ്ങാം. അലക്ഷ ചിന്തിച്ചു. ഇന്നെന്തായാലും അവനോട് ഇത് സംസാരിക്കണം എന്നും അവൾ ഉറപ്പിച്ചു. പതിവ് പോലെ രാത്രിയിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അലക്ഷ കിടക്കാൻ തയ്യാറായി. ഇന്ന് പക്ഷേ ഉള്ളിൽ ചെറിയൊരു പേടി തോന്നുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, നോയലിനെ വിളിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് കോളേജിൽ നിന്നും വന്നത്. മുൻപ് 2 പ്രാവശ്യം ഈ നേരത്ത് തന്നെയായിരുന്നു അവനെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് ഉറങ്ങാൻ ചാൻസ് ഇല്ല. അവളൊന്ന് നെടുവീർപ്പിട്ടു. അലക്ഷ ഡോറ് ലോക്ക് ചെയ്തിട്ട് പതിയെ ബെഡിലേക്കിരുന്നു. ഒപ്പം ബെഡിനടുത്തുള്ള സ്വിച്ച് ബോർഡിൽ കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. ഒപ്പം ഫാനിൻ്റെ സ്പീഡ് അല്പം കൂട്ടുകയും ചെയ്തു. മറ്റൊന്നിനുമല്ല, അപ്പനും അമ്മയും സംസാരിക്കുന്ന ശബ്ദം കേൾക്കാതിരിക്കാൻ. അവൾക്കുള്ളിൽ ഒരു കുറ്റബോധം പെട്ടെന്ന് തലപൊക്കി. എങ്കിലും പിന്തിരിഞ്ഞില്ല. കിടക്കയുടെ ചുവരിനോട് ചേർന്ന് കിടന്നു. ആ കുഞ്ഞു ഫോണിൽ ആകെ സേവ് ചെയ്തിരുന്ന നമ്പർ നോയലിൻ്റേതാണ്. അവൾ പതിയെ അതെടുത്ത് കോൾ ബട്ടൺ അമർത്തി. ബീപ്പ് ശബ്ദം കേൾക്കുന്നുണ്ട്. മുഴുവൻ റിങ്ങും കേട്ട് തീർന്നിട്ട് പ്രതികരണമുണ്ടായില്ല. അവൾക്ക് വിഷമം തോന്നി. ആഗ്രഹിച്ചിരുന്നു താൻ. എന്നിട്ടും പിന്നീട് അതിനവൾ ശ്രമിച്ചില്ല. അവൻ തിരക്കിലാകുമെന്നുറപ്പിച്ച് തലയിണയ്ക്കടുത്തേക്ക് ഫോൺ നീക്കിവെച്ച് കിടന്നു. ആകാശിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണണം, അത്രമാത്രമേ മനസ്സിലുള്ളൂ. ഉറങ്ങാൻ കഴിഞ്ഞില്ല. വെറുതെ കണ്ണു തുറന്നു കിടന്നു. ഇരുട്ടു നിറഞ്ഞ മുറിയിൽ ചെറിയ വെട്ടം പരന്നു. അലക്ഷ അടുത്തു കിടന്ന കുഞ്ഞു കീപാഡ് സെറ്റിലേക്ക് കണ്ണുകൾ പായിച്ചു. 1 മെസ്സേജ് റിസീവ്ഡ്. അവൾ മെല്ലെ ഫോൺ എടുത്ത് അത് ഓപ്പൺ ചെയ്തു നോക്കി. വിളിച്ചിരുന്നോ? ഞാനൊന്ന് ഫ്രഷ് ആകുമായിരുന്നു. തിരിച്ചു വിളിക്കട്ടെ? നോയലിൻ്റെ മെസ്സേജ് അവൾ വായിച്ചു നോക്കി. ചുണ്ടിൽ ചെറിയ പുഞ്ചിരി നിറഞ്ഞു. ആരും അറിയാതെയാണ് ഫോൺ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈലൻ്റ് ആക്കിയാണ് എപ്പോഴും വെക്കാറും. അതറിയാമെങ്കിലും വിളിക്കുന്നതിന് മുന്നേ നോയൽ അവൾക്ക് മെസ്സേജ് അയക്കും. തിരികെ റിപ്ലൈ കിട്ടിയാൽ മാത്രമേ അവൻ വിളിക്കാറുള്ളൂ. അലക്ഷ ഓക്കെ എന്ന് മാത്രം ടൈപ്പ് ചെയ്തയച്ചു. മെസ്സേജ് ഡെലിവേർഡ് ആയതും വീണ്ടും അവൾ ഫോൺ മാറ്റിവെച്ച് അവൻ്റെ കോളിനായി വെയിറ്റ് ചെയ്തു. 2 നിമിഷം വേണ്ടി വന്നില്ല. അതിനു മുന്നേ തിരികെ നോയലിൻ്റെ കോൾ എത്തിയിരുന്നു. ഹലോ, അലക്ഷ ശബ്ദം പതിപ്പിച്ച് പറഞ്ഞു. മറുവശം നോയലിൻ്റെ കുഞ്ഞു ചിരി കേൾക്കാം. അതേ ചിരിയോടെ അവനും തിരികെ ഹലോ പറഞ്ഞിരുന്നു. എന്തേ ഇങ്ങനൊരു വിളി? പതിവില്ലാത്തതാണല്ലോ. നോയലിൽ ആ കുസൃതി തന്നെ. അലക്ഷ നാക്ക് കടിച്ചു. ഒരിക്കൽ കൂടി ഉള്ളിൽ അവൾ കണക്ക് കൂട്ടി ചോദിക്കണോ വേണ്ടയോ എന്ന്. അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അവളുടെ മുഖവുര കേട്ടിട്ടാകാം ഇങ്ങേ തലം അവൻ്റെ മുഖം ചുളിഞ്ഞു. അതെന്താ? നീ കാര്യം തുറന്നു പറയും. അവൻ ഒട്ടൊരാലോചനയ്ക്ക് ശേഷം മറുപടി കൊടുത്തു. അത് ഞാൻ ചോദിച്ചാൽ മറ്റൊന്നും തോന്നരുത്. ആകാശിനെ അറിയില്ലേ? ഓ പിന്നെ, നിന്റെ വാല്. അവൻ പൊട്ടിച്ചിരിച്ചു. അലക്ഷയുടെ ചുണ്ട് കൊടുത്തു. ബാക്കി പറയ്, ആകാശിനെന്താ? അത് അവൻ്റെ ഫാമിലി ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അലക്ഷ നോയലിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. തിരികെ അവൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നില്ല. നോയൽ നിശബ്ദനായിരുന്നു. എന്താ ഒന്നും പറയാത്തെ? അവൾ തെല്ലൊരു നേരം കഴിഞ്ഞ് ചോദിച്ചു. എൻ്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ലടാ. ലൈക്ക് ഒരു 5 lakhs എങ്കിലും കൊടുക്കണ്ടേ? ബട്ട് ഡോണ്ട് വെറി, ഞാൻ ഡാഡിയോട് സംസാരിക്കാം. അയ്യോ, അത് ഡാഡി അറിഞ്ഞാൽ എന്താ?
എൻ്റെ ഡാഡി പാവാടോ, ഹെൽപ്പ് ചെയ്യും, കഴിയുന്നതും എത്രയും പെട്ടെന്ന്, കേട്ടോ. അലക്ഷ്യയുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നി. ആ നിമിഷം അവൾ കൂടുതൽ അറിയുകയായിരുന്നു അവനെക്കുറിച്ച്. കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും നിശബ്ദതയായോ. എന്നോട് എന്തെങ്കിലും ചോദിക്കടോ. അവൻ്റെ വാക്കിൽ പ്രണയം നിറഞ്ഞു. അലക്ഷ്യ ഫോൺ ചെവിയോട് ചേർത്ത് കണ്ണടച്ചു കിടന്നു. നേരത്തൊരു മൂളൽ അവളിൽ നിന്നും പുറത്തേക്ക് വന്നു. മൂളാതെ എന്തെങ്കിലും ചോദിക്കുക അലക്ഷ്യക്കൊച്ചേ. എന്തു ചെയ്യുവാ? അവളുടെ ശബ്ദം പഴയതിലും നേർത്തു. അപ്പോഴും കണ്ണുകൾ തുറന്നില്ല. ഞാനിവിടെ ബാൽക്കണിയിൽ വെറുതെ ഇരിക്കുക. അവൻ്റെ ഒപ്പം കയ്യിലുണ്ടായിരുന്ന പില്ലോ ഒറ്റക്കൈ കൊണ്ട് മുറുകെ ചേർത്ത് പിടിച്ചു. കഴിച്ചോ? അവളുടെ പതിവ് ചോദ്യങ്ങൾ വന്നതും നോയൽ ചിരി കടിച്ചു പിടിച്ചു. കഴിച്ചല്ലോ. എൻ്റെ കൊച്ചേ, നിനക്കിതല്ലാതെ വേറൊന്നുമില്ലേ ചോദിക്കാൻ? വേറെ എന്താ ചോദിക്കണ്ടേ? വേറെ എന്താ ഇല്ലാത്തേ? എനിക്കൊരു കിസ് താ. അലക്ഷ്യ നോയലിൻ്റെ ആ ചോദ്യത്തിൽ അടച്ചിരുന്ന കണ്ണുകൾ പൊടുന്നനെ വലിച്ചു തുറന്നു. അവൾ മിണ്ടിയില്ല. താ. അവന് വിടാൻ ഭാവമില്ല. അലക്ഷ്യ ഇല്ലെന്ന് തല ചലിപ്പിക്കുന്നുണ്ട്, പക്ഷേ വാക്കുകൾ പുറത്തു വരുന്നില്ല. ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും വിളിച്ചപ്പോൾ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അന്നും പരിഭവിച്ചു തന്നെ കൊണ്ട് ഉമ്മ കുടിപ്പിച്ചതാണ്. അല്ലേലും ആ കാര്യത്തിൽ അവൻ മിടുക്കനാണ്. എത്രയൊക്കെ കേട്ട ഭാവമാണെങ്കിലും വീണ്ടും കേൾക്കുമ്പോൾ അടിവയറ്റിൽ ഒരു പിടച്ചിലാണ്. തല ചുറ്റുന്ന പോലെ ഒരു തോന്നൽ. നോയൽ വീണ്ടും നിർബന്ധിച്ചു. ഓ വേണ്ട, ഇനി ഞാൻ ചോദിക്കില്ല. അല്ലെങ്കിലും എനിക്ക് നിന്നോടുള്ള പോലൊരു ഇഷ്ടമൊന്നും നിനക്കില്ലെന്ന് എനിക്കറിയാം. അവൾ അവനെ പറഞ്ഞ് മുഴുവനാക്കാതെ ഫോൺ സ്പീക്കർ ചേർത്ത് പിടിച്ച ശബ്ദമുണ്ടാക്കി. അല്ലെങ്കിലും അവൻ്റെ അവസാന അടവിൽ അവൾ വീഴും, അതവനറിയാവുന്നതാണ്. അതുവരെ പരിഭവിച്ച അവൻ്റെ ചുണ്ടുകൾ പൊടുന്നനെ വിടർന്നു. ലവ് യു, അവനും തിരികെ പറഞ്ഞു. അവിടുന്ന് ആ സംസാരം നീണ്ടു. നോയൽ അവളെ ഫോൺ വെക്കാൻ സമ്മതിച്ചില്ല. പുലരുവോളം മടുപ്പില്ലാതെ ആ കോൾ നീണ്ടു. അലക്ഷ്യയും ഉള്ളാലെ അത് ആഗ്രഹിച്ചിരുന്നു.